കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ക്രൈംബ്രാഞ്ച് ആദ്യം പോകുന്നത്. നടി ആശാ ശരത്തിന്റെ വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചവർ പോലീസിന്റെ പിടിയിലായി. ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത യുവാക്കളാണ് കൊച്ചിയിൽ പിടിയിലായത്. പിടിയിലായവർ കുറ്റം സമ്മതിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. വിവരങ്ങളുമായി ബിജേഷ് ചേരുകയാണ്. ബിജേഷ്, അധികൃതർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആശാ ശരത്തിന്റെ വ്യാജ വീഡിയോ ഇന്റർനെറ്റിൽ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. മലപ്പുറം സ്വദേശികളായ 20 വയസ്സുള്ള 2 യുവാക്കളാണ് ആശാ ശരത്തിന്റെ വ്യാജ വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അവരെ ചോദ്യം ചെയ്തത് വഴി അവർ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്നുള്ളത് കുറ്റം ണ്ട് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം അവരുടെ കമ്പ്യൂട്ടറും പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി പോലീസിന് ലഭിക്കാനുള്ള 2 വിവരങ്ങളാണ്. ഒന്ന്, ഫേസ്ബുക്കിൽ ഇത് അപ്ലോഡ് ചെയ്ത കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ്സും സമയവും ഒക്കെ ഫേസ്ബുക്ക് മേധാവിക്ക് അയച്ച ഇമെയിലിന്റെ മറുപടി ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ്സും കൂടെ പരിശോധിച്ച് ഒരു താരതമ്യ പഠനം നടത്തി അത് ഒന്നുകൂടി സ്ഥിരീകരിക്കുക എന്നതാണ് ഇനി പോലീസിന് മുന്നിലുള്ള ഒരു വഴി. അത് ഇപ്പോൾ പോലീസ് ഫേസ്ബുക്കിന് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. അത് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നും അറിയുന്നു. എന്തായാലും ഈ മലപ്പുറം സ്വദേശികളായ ഈ 2 യുവാക്കളാണ് നടി ആശാ ശരത്തിന്റെ വ്യാജ വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചത് എന്ന കാര്യത്തിൽ അവർ സമ്മതിച്ചിട്ടുണ്ട്. ബിജേഷ്, ഈ യുവാക്കളിലേക്ക് പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാനാകുമോ? ഇവർക്ക് ഇത്തരം കുറ്റകൃത്യങ്ങളുമായി നേരത്തെ എന്തെങ്കിലും ബന്ധം അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, അതൊന്നും പോലീസ് ഇപ്പോൾ ഏതായാലും വിശദമാക്കാൻ തയ്യാറായിട്ടില്ല. കാരണം നടി ആശാ ശരത്ത് ക്രൈം ഡിറ്റാച്ച്മെന്റിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നത്. അന്ന് തന്നെ പോലീസ് അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തിരുന്നു. സൈബർ സെല്ലിന്റെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന ഒരു വിങ് കേരള പോലീസിൽ അവർ കൃത്യമായിട്ട് ഇത് കണ്ടെത്തും എന്നും ആശാ ശരത്തിന് നേരിട്ട ഈ ബുദ്ധിമുട്ടിനൊരു പരിഹാരം കാണാൻ സാധിക്കും എന്ന് അന്ന് തന്നെ ക്രൈം ഡിറ്റാച്ച്മെന്റ് മേധാവിയും പറയുകയും ചെയ്തിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ ഇവർ ഇതിലൂടെ കണ്ടെത്തിയിരിക്കുന്നതും. മലപ്പുറം സ്വദേശികളായ 2 പേരിലേക്ക് കൃത്യമായിട്ട് അത് എത്തുകയും ചെയ്തു. ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ച സമയവും അതോടൊപ്പം തന്നെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് അടക്കം പോലീസ് എടുത്തതിന് ശേഷമാണ് ഈ യുവാക്കളിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ യുവാക്കളുടെ പേര് വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിൽ പുറത്തുവിടാതിരിക്കാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. അതായത് ഇവരുടെ IP അഡ്രസ്, കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത സമയവും ആ കമ്പ്യൂട്ടറിലെ IP അഡ്രസ്സുമായി ഒരു താരതമ്യ പഠനം നടത്തി അത് സ്ഥിരീകരിച്ചതിന് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താം. അതിനുശേഷം കാര്യങ്ങൾ വിശദമാക്കാം എന്നൊരു നിലപാടിലാണ് പോലീസ്. വളരെ വ്യക്തമാണ് ബിജേഷ്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും തടവ് ചാടിയ സ്ത്രീയെ കണ്ടുപിടിക്കാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. 15ഓളം കേസിലെ പ്രതിയായ പരപ്പനങ്ങാടി സ്വദേശി നസീമയാണ് ദിവസങ്ങൾക്ക് മുമ്പ് തടവ് ചാടിയത്. മറ്റൊരാളുടെ സഹായം ലഭിക്കാതെ കുളിമുറി തുറന്ന് മതിൽ കയറി സാരി കെട്ടി നസീമയ്ക്ക് പുറത്തു ചാടാൻ കഴിയില്ലെന്ന് ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. എന്നാൽ ഈ സഹായം ലഭിച്ചത് ആശുപത്രി ജീവനക്കാരിൽ നിന്നാണോ അതോ പുറത്തു നിന്നാണോ എന്ന് കണ്ടുപിടിക്കാൻ പോലീസിനായിട്ടില്ല. തടവു ചാടിയത് സംബന്ധിച്ച് ആശുപത്രി ജീവനക്കാരിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ മാത്രമേ പോലീസ് ശേഖരിച്ചിട്ടുള്ളൂ. പ്രത്യേക സെല്ലിൽ കർശന ഉപാധികളോടെ പാർപ്പിച്ച നസീമയ്ക്ക് മതിൽ ചാടാനുള്ള സാമഗ്രികൾ എവിടുന്ന് കിട്ടിയെന്ന കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്നു. നിരവധി പരാതികൾ നസീമയ്ക്കെതിരെ വിവിധ ജില്ലകളിലുണ്ടെങ്കിലും ഇതുവരെയും പോലീസിന് ഇവരെക്കുറിച്ച് തുമ്പൊന്നും കിട്ടിയിട്ടില്ല. നിലവിൽ കേരളം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. 4 ദിവസം മുൻപാണ് വിവാഹ തട്ടിപ്പിന് പിടിക്കപ്പെട്ട് റിമാൻഡിലായ നസീമ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ഭിത്തി തുറന്ന് തടവു ചാടിയത്. അറക്കൽ രാജകുടുംബാംഗം എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് വിവാഹം കഴിച്ചതിന് കൊണ്ടോട്ടി സ്വദേശി നൽകിയ പരാതിയിലാണ് നസീമ പിടിയിലായത്. നേരത്തെ തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലായി 20ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ് നസീമ. വീട്ടുവേലക്കാരി ചമഞ്ഞ് വീടുകളിൽ കയറിയ ശേഷം വീട്ടിലുള്ളവരെ മയക്കിക്കിടത്തി മോഷണം നടത്തലാണ് നസീമയുടെ രീതി. മാനസിക രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വേങ്ങര പോലീസ് ഇവരെ കുതിരവട്ടം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ അതിവിദഗ്ധമായി നസീമ പോലീസിനെയും ആശുപത്രി ജീവനക്കാരെയും വെട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലയുടെ പല ഭാഗത്തു നിന്നും വ്യാപകമായി മിൽമ പാൽ മോഷ്ടിച്ചയാളെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ സ്വദേശി ജോമിയാണ് പോലീസിന്റെ പിടിയിലായത്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളിന്റെ റിപ്പോർട്ട് കാണാം. കൊച്ചിയിലെ വിവിധ ബേക്കറികളുടെ സമീപത്ത് നിന്ന് 1000-ലധികം കവർ പാൽ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. സൗത്ത് കളമശ്ശേരിയിൽ മോഷണം നടത്തവേ ഇയാളുടെ ദൃശ്യങ്ങൾ അടുത്തുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. എന്നാൽ മുഖം വ്യക്തമായിരുന്നില്ല.
തുടർന്ന് മോഷ്ടാവിന്റെ വാഹനത്തിന് മുൻവശം പ്രത്യേക രീതിയിലുള്ള സ്റ്റിക്കർ പതിച്ചിരുന്നതായി പോലീസ് ശ്രദ്ധിച്ചു. അത്തരത്തിലുള്ള സ്റ്റിക്കർ പതിച്ച വാഹനങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മോഷ്ടാവ് പിടിയിലായത്. തുടർച്ചയായി പാൽ മോഷണത്തെ തുടർന്ന് ഇടപ്പള്ളിയിലുള്ള മിൽമയുടെ ഓഫീസിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്കും തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിരുന്നു. പുലർച്ചെ 3:30 മിൽമയുടെ വിവിധ ഏജന്റുകൾക്കായി എത്തിക്കുന്ന പാൽ ഇയാൾ വാഹനത്തിലെത്തി കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പതിവ് പോലെ മോഷണത്തിനായി എത്തിയ ജോമിയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മോഷ്ടിച്ച കവർ പാലുകൾ വിവിധ സ്ഥലങ്ങളിൽ വിറ്റഴിച്ചതായും ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയെ തുടർന്ന് വാളയാർ ചെക്ക് പോസ്റ്റിൽ ആദ്യ ദിനം പാൽ പരിശോധന നടന്നില്ല. നിർദ്ദേശം ലഭിച്ചില്ലെന്ന കാരണത്താൽ മൃഗസംരക്ഷണ വകുപ്പ് സാമ്പിളുകൾ എടുക്കാതെ വാഹനങ്ങൾ കടത്തിവിട്ടു. മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ പച്ചക്കറി പരിശോധന നിർത്തിവെച്ചാണ് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ മാത്രം 2 ഷിഫ്റ്റിലായി എത്തിയത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് 13 പേരും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരായി 6 പേരും. പാലിൽ മായമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് മൃഗസംരക്ഷണ വകുപ്പ്. ഇതിനുള്ള താൽക്കാലിക ലാബും സജ്ജം. എന്നാൽ പരിശോധിക്കാനുള്ള ഔദ്യോഗിക ഉത്തരവ് ലഭിക്കാതെ ആരംഭിക്കാനാവില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് നിലപാടെടുത്തു. പുറത്ത് ഫുഡ് സേഫ്റ്റി ജീവനക്കാർ കാത്തിരിപ്പായി. ഇതിനിടെ പാലുമായി എത്തിയ വണ്ടികൾ റോഡിലും. செக்கிங் இருக்குதுன்னு சொன்னாங்க. செக்கிங் இருக்க 2 மணி நேரம் ஆச்சு. ஒன்றும் செக் பண்ணல. இது என்ன காரணம் தெரியல. அதனால் உடனே போக சொல்லிட்டாங்க. செக் பண்ணாமே போக சொல்லிட்டாங்க. പാലിൽ കൊഴുപ്പ് കൂട്ടുന്നതിനും കേടുവരാതിരിക്കാനും രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതായി മുൻ വർഷങ്ങളിൽ നടന്ന പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ഓണവിപണി ലക്ഷ്യമിട്ട് കൂടുതൽ പാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാഹചര്യത്തിലാണ് ഓണനാൾ വരെ പ്രത്യേക പരിശോധനാ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം വാളയാറിൽ നിന്നും AK ലതീഷ്. സഹോദരൻ അന്യജാതിക്കാരിയെ വിവാഹം കഴിച്ചതിന്റെ ശിക്ഷയായി സഹോദരിമാരെ ബലാത്സംഗം ചെയ്യാൻ നാട്ടുകൂട്ടത്തിന്റെ ഉത്തരവ്. ഉത്തർപ്രദേശിലാണ് സംഭവം. ഇതേ തുടർന്ന് നാടുവിട്ട ദളിത് പെൺകുട്ടികൾ സംരക്ഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക്. സഹോദരൻ ചെയ്ത തെറ്റിന് ദളിത് സ്ത്രീയെയും സഹോദരിയെയും മാനഭംഗപ്പെടുത്തിയ ശേഷം ഗ്രാമത്തിലൂടെ വിവസ്ത്രയായി നടത്താൻ ഉത്തർപ്രദേശിലെ ഒരു ഖാപ്പ് പഞ്ചായത്താണ് നിർദ്ദേശം നൽകിയത്. ജാട്ട് സമുദായത്തിൽപ്പെട്ട വിവാഹിതയായ യുവതിയെ ഇവരുടെ സഹോദരൻ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് ഖാപ്പ് പഞ്ചായത്ത് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ജീവന് ഭീഷണിയുണ്ടെന്നും സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് 23-കാരി സുപ്രീം കോടതിയെ സമീപിച്ചതോടെ കാര്യങ്ങൾ പുറം ലോകം അറിയുകയായിരുന്നു. ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം. എന്നാൽ തന്റെ സഹോദരനെതിരെ ഉയർത്തിയിരിക്കുന്ന പരാതി തെറ്റാണെന്നും യുവതിയുടെ കുടുംബത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പോലീസ് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടി പറയുന്നു. പോലീസ് പിടിയിലായിരുന്ന യുവാവിന് പ്രാദേശിക കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ പരാതി പരിശോധിക്കാനും CBI അന്വേഷണം വേണമോ എന്ന കാര്യം പരിശോധിക്കുന്നതിനും ജസ്റ്റിസ് J. ചെലമേശ്വർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തർപ്രദേശ് പോലീസിന് നിർദ്ദേശം നൽകി. ഖാപ്പ് പഞ്ചായത്ത് ചേർന്ന് പെൺകുട്ടിയെയും സഹോദരിയെയും മാനഭംഗപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയെന്നും ഇവർക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും പെൺകുട്ടിയുടെ അഭിഭാഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്. വിദ്യാർത്ഥി സമരം നടക്കുന്ന പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി 5 വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പോലീസ് അറസ്റ്റ് ചെയ്തു. മലയാളി വിദ്യാർത്ഥിനി ഷിനി, അജയ് നാരായണൻ എന്നിവർ അടക്കം 12 പേർക്കെതിരെ അറസ്റ്റ് വാറണ്ടുമുണ്ട്. മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണെന്നും RSS അജണ്ടകൾക്ക് കീഴടങ്ങില്ലെന്നും മലയാളി വിദ്യാർത്ഥികൾ പറയുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ഗജേന്ദ്ര ചൗഹാന്റെ നിയമനത്തിനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടപ്പാക്കുന്ന RSS ഇടപെടലിനുമെതിരെ കഴിഞ്ഞ 69 ദിവസങ്ങളിലായി വിദ്യാർത്ഥികൾ സമരത്തിലാണ്. ഇവരിൽ സമരരംഗത്ത് പ്രമുഖരായ 5 വിദ്യാർത്ഥികളെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പോലീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത്. മലയാളി വിദ്യാർത്ഥി ഷിനി, അജയ് നാരായണൻ എന്നിവരുൾപ്പെടെ 17ഓളം പേർക്കെതിരെ മഹാരാഷ്ട്ര പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. വിദ്യാർത്ഥികൾ ഗരാവോ ചെയ്തെന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ പ്രശാന്ത് പത്രോബയുടെ പരാതിയിന്മേലാണ് പോലീസ് നടപടി. സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് പ്രൊജക്ട് പൂർത്തീകരിക്കാൻ അവസരം നൽകിയില്ലെന്നും ഇന്റേണൽ അസസ്മെന്റിൽ തോൽപ്പിക്കുമെന്ന സമീപനവുമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രശാന്ത് പത്രോബ തുടർന്നതെന്നും ഇന്നലെ പോലീസ് വേട്ടയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നതെന്നും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥി അജയ് നാരായണൻ പീപ്പിൾ TVയോട് പറഞ്ഞു. അതേസമയം ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അരങ്ങേറുന്നതെന്നും വിദ്യാർത്ഥികളെ എത്രയും വേഗം മോചിതരാക്കണമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. അറസ്റ്റിനെ തുടർന്ന് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം 3-അംഗ സമിതിയെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ദില്ലിയിൽ ഒരുക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വൃദ്ധയെ അസഭ്യം പറഞ്ഞ വളർത്തുതത്തയെ വനം വകുപ്പിന് കൈമാറാൻ പോലീസ് നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിലെ രജൌറ പോലീസിന്റേതാണ് നടപടി. വൃദ്ധയെ മാനസികമായി തകർത്തുവെന്നത് കണക്കിലെടുത്താണ് പോലീസിന്റെ തീരുമാനം.
85-കാരിയായ സ്ത്രീയെ അശ്ലീല വാക്കുകൾ വിളിച്ച് ആക്ഷേപിച്ചെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത വളർത്തുതത്തയെ വനം വകുപ്പിന് കൈമാറാനാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജനാബായി സഖർക്കർ എന്ന സ്ത്രീയാണ് തത്തയ്ക്കും തത്തയുടെ ഉടമയും വളർത്തുമകനുമായ സുരേഷിനെതിരെ പരാതി നൽകിയത്. മഹാരാഷ്ട്രയിലെ രജൌറയിലാണ് സംഭവം. ഹരിയാൻ എന്നാണ് തത്തയുടെ പേര്. തത്തയെ സുരേഷ് മോശമായ രീതിയിൽ സംസാരിക്കാൻ പഠിപ്പിച്ചുവെന്നും ജനാബായി എപ്പോഴൊക്കെ അയാളുടെ വീടിന് മുന്നിലൂടെ പോയാലും തത്ത മോശമായ വാക്കുകൾ പറയുന്നുവെന്നുമാണ് വൃദ്ധയുടെ പരാതി. ജനാബായിയെ കണ്ടാലുള്ള തത്തയുടെ പെരുമാറ്റം മനസ്സിലാക്കാനായി പോലീസ് ശ്രമിച്ചെങ്കിലും തത്ത മിണ്ടിയില്ല. സ്റ്റേഷനിൽ വെച്ച് തത്ത മോശമായി പെരുമാറിയില്ലെങ്കിലും അതിനെ വനംവകുപ്പിന് കൈമാറാൻ പോലീസ് തീരുമാനമെടുക്കുകയായിരുന്നു. പ്രായമുള്ള സ്ത്രീയെ മാനസികമായി തകർത്തുവെന്നത് കണക്കിലെടുത്താണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്. മുന്തിരി വീഞ്ഞൊക്കെ സർവ്വസാധാരണമാണ്. എന്നാൽ എരിവ് കൂട്ടാൻ സാക്ഷാൽ പാമ്പിൻ വീഞ്ഞുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഇനിയുള്ള കാഴ്ച. തെക്കൻ ചൈനയിലെ ദമ്പതിമാരാണ് കഥാപാത്രങ്ങൾ. പാമ്പിനെ കൊല്ലുക എന്നാൽ നമ്മുടെ നാട്ടിൽ പതിവാണ്. ആൾപ്പാർപ്പമുള്ള സ്ഥലങ്ങളിൽ പാമ്പിനെ കണ്ടാൽ അപ്പോൾ തന്നെ തല്ലിക്കൊല്ലുന്നത് നമ്മുടെ നാട്ടുകാർക്കൊരു ശീലവുമാണ്. എന്നാൽ വെറുതെ ഒരു പാമ്പിനെ നമ്മൾ ആരെങ്കിലും കൊല്ലാറുണ്ടോ? അതും മദ്യത്തിൽ മുക്കിയിട്ട്. അങ്ങനെ പാമ്പിനെ കൊല്ലുന്ന ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. തെക്കൻ ചൈനയിൽ എവിടെയുള്ള ഒരു വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. ദമ്പതിമാരെന്ന് തോന്നിപ്പിക്കുന്ന 2 പേരാണ് പാമ്പിനെ മദ്യത്തിൽ മുക്കിക്കൊന്നത്. സ്നേക്ക് വൈൻ അഥവാ പാമ്പിൻ വീഞ്ഞുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഈ ക്രൂരകൃത്യം. നെല്ലുവാറ്റിയുണ്ടാക്കിയ മദ്യം നിറഞ്ഞ വലിയ ചില്ലുകുപ്പിയിലേക്ക് പാമ്പിനെ ഇടുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച പാമ്പിനെ പിന്നെയും കുപ്പിയിലേക്ക് തന്നെ കുത്തിയിടുന്നതും വ്യക്തമാണ്. എന്തായാലും ദൃശ്യങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വൻ പ്രചാരണം ലഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്. പ്രേമം സിനിമയുടെ സെൻസർ കോപ്പി ചോർന്നത് വൻ വിവാദങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് പൈറസി തടയാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമത്തിലാണ് അധികൃതർ. രഹസ്യ കോഡ് സംവിധാനം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. പൈറസി തടയാനുള്ള ഒരു പൈറസി പ്രിവിഷൻ സെല്ലാണ് പോലീസ് രൂപീകരിച്ചിരിക്കുന്നത്. സിനിമകൾക്ക് രഹസ്യ കോഡ് സംവിധാനമാണ് ഏർപ്പെടുത്തുക. സിനിമ സെൻസർ ചെയ്യാൻ അയക്കുന്നതിന് മുൻപ് പൈറസി സെല്ലിനെ സമീപിച്ചാൽ അവിടെ നിന്നൊരു പ്രത്യേക കോഡ് നൽകും. ഇത് സിനിമയുടെ പ്രിന്റ് ലോക്ക് ചെയ്യുന്ന കോഡാണ്. ഈ കോഡ് നിർമ്മാതാവിന് മാത്രം സൂക്ഷിക്കാം. ഈ കോഡ് വെച്ച് മാത്രമേ സിനിമ സെൻസർ ബോർഡ് അധികൃതർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. തിയേറ്ററുകളിലേക്ക് അയക്കുമ്പോഴും സിനിമ ചോരാൻ സാധ്യതയുണ്ട്. അവിടെയും ഈ സംവിധാനം പ്രാവർത്തികമാക്കാം. സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോഴാണ് കൂടുതലും പൈറസി നടക്കുന്നത്. ഇത് തടയാനും പ്രത്യേക സംവിധാനമുണ്ടാകും. സിനിമ ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പ്രത്യേക സെൻസർ സംവിധാനം വഴി കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയും പൈറസി സെൽ ഒരുക്കുന്നുണ്ട്. സൈബർ ഡോമിന്റെ ഭാഗമായാണ് പൈറസി പ്രിവിഷൻ സെൽ ആരംഭിക്കുന്നത്. ഡിസംബറോടെ ഇത് പ്രാവർത്തികമാകും. പൈറസി തടയാനുള്ള സാങ്കേതിക വിദ്യകളുമായി ചില സ്വകാര്യ വ്യക്തികളും ഇതിനകം രംഗത്തെത്തി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്. കർണാടക അതിർത്തിയിലെ മഞ്ചേശ്വരത്തെ കേരള ചെക്ക് പോസ്റ്റിൽ നിരന്തരമായുള്ള ഗതാഗത കുരുക്ക് ജനങ്ങൾക്ക് ദുരിതമാവുകയാണ്. ആംബുലൻസിൽ കൊണ്ടുവരുന്ന രോഗികൾക്ക് പോലും ഇവിടെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത സ്തംഭനത്തിൽ കാത്തുകിടക്കേണ്ടി വരുന്നു. കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫ് നൽകുന്ന റിപ്പോർട്ടുമായി ഇന്ന് വിട പറയുന്നു. നമസ്കാരം. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വാഹനങ്ങളുടെ കേരളത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ്. നൂറുകണക്കിന് ചരക്ക് വാഹനങ്ങളാണ് പ്രതിദിനം ഈ ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്ക് വിധേയമാകുന്നത്. വിൽപ്പന നികുതി, എക്സൈസ് ചെക്ക് പോസ്റ്റുകൾ മഞ്ചേശ്വരം ഹൊസങ്കടിയിലും RTO, വനംവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റുകൾ തലപ്പാടിയിലുമാണ്. ചെക്ക് പോസ്റ്റുകളെല്ലാം പ്രവർത്തിക്കുന്നത് ദേശീയപാതയിലാണ്. ഹൊസങ്കടിയിലാണ് പ്രധാനമായും ഗതാഗതക്കുരുക്ക്. ഡസൻ കണക്കിന് വാഹനങ്ങൾ ഒരേ സമയം പരിശോധനയ്ക്ക് കാത്തുകിടക്കേണ്ടി വരുന്നതിനാൽ ദേശീയപാത മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കുരുങ്ങുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പലതവണ സമരം നടത്തിയെങ്കിലും പ്രശ്നപരിഹാരത്തിന് കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. ചെയർമാൻ KF ഇക്ബാൽ ഉപ്പള. നാളുകൾ ഒരുപാടായിട്ടും ഗതാഗത തടസ്സത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. അവിടെ കഴിഞ്ഞ LDF സർക്കാർ കാലത്ത് ഏകദേശം ഒരു 3.5 ഏക്കർ സ്ഥലം അവർ സർക്കാർ വിട്ടുകൊടുത്തിരുന്നു. പക്ഷേ ആ സ്ഥലത്ത് പോലും അവർക്ക് പാർക്ക് ചെയ്യാനുള്ള യാർഡ് ഉണ്ടാക്കിയിട്ട് ആ യാർഡ് ഒരു നോക്കുകുത്തി പോലെ ആയിരിക്കും. ചെക്ക് പോസ്റ്റിലെ ഈ ഗതാഗത തടസ്സം കാരണം നിരവധി അപകട മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കെ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 3.5 ഏക്കറോളം സ്ഥലം പൊന്നും വിലയ്ക്ക് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ചരക്ക് വാഹനങ്ങളുടെ പാർക്കിങ്ങിന് വേണ്ടിയുള്ള ഈ പദ്ധതി ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. പ്രശ്നപരിഹാരത്തിനായി പ്രക്ഷോഭം തുടരുവാനാണ് ആക്ഷൻ കമ്മിറ്റി തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.